ലോക സിനിമയെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഫിലിം സൊസൈറ്റികൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ സജീവമാണ്. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിക്ക് ഓഗസ്റ്റ് മാസം യുദ്ധവിരുദ്ധ സിനിമകളുടെ മാസമാണ്. 2005 പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി പ്രവർത്തനം തുടങ്ങുന്നത്. സിനിമയെ കേവല വിനോദോപാധി എന്നതിനപ്പുറം ഗൗരവമുള്ള രാഷ്ട്രീയ ഉപകരണം കൂടിയായി കണ്ട ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നമായിരുന്നു ഓപ്പൺ ഫ്രെയിം. മുടങ്ങാതെ 20 വർഷമായി 5 ദിവസം നീളുന്ന ചലച്ചിത്രോത്സവം ഓപ്പൺ ഫ്രെയിം സംഘടിപ്പിക്കുന്നു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും പൊള്ളുന്ന ഓർമ്മകളുള്ള ഓഗസ്റ്റ് ഓപ്പൺ ഫ്രെയിമിന് യുദ്ധവിരുദ്ധ ചലച്ചിത്രമേളയുടെ മാസമാണ്. സമീപകാല ലോക സിനിമയിലുണ്ടായ 3 ശ്രദ്ധേയമായ യുദ്ധവിരുദ്ധ ചിത്രങ്ങളാണ് മലയാളം സബ് ടൈറ്റിലുകളോടെ ഇക്കുറി മേളയിൽ പ്രദർശിപ്പിച്ചത്. ആദ്യ ദിവസം ടർസാൻ നാസർ, അറബ് നാസർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത പലസ്തീൻ ചിത്രം ഗാസ ബോൺ അമോർ പ്രദർശിപ്പിച്ചു. അതിജീവനത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും പ്രണയത്തിലാകുന്ന 2 പ്രായമായ മനുഷ്യരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. രണ്ടാം ദിവസം ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നിർമ്മിക്കപ്പെട്ട ശക്തമായ സിനിമ ക്ലോണ്ടക് പ്രദർശിപ്പിച്ചു. മരിയാന എർ ഗോർബാച്ച് എന്ന സംവിധായിക യുദ്ധത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ചിത്രം രൂപപ്പെടുത്തിയത്. മേളയുടെ അവസാന ദിവസം ഇറാൻ സിനിമയായ വേൾഡ് വാർ 3 പ്രദർശിപ്പിച്ചു. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ഈ സിനിമ ഹിറ്റ്ലറായി വേഷമിടാൻ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രനായ ഒരു മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഓഗസ്റ്റിലുള്ള ഒരു പരിപാടി ഈ യുദ്ധവിരുദ്ധ ചലച്ചിത്രമേള ഇപ്പൊ നമ്മൾ 3 ദിവസമായിട്ട് പ്രദർശിപ്പിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങിയത് ഗാസ മൈ ലവ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ പാലസ്തീനിലുള്ള ഇസ്രയേലി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പ്രണയ കഥയാണ് നമ്മളതിനകത്ത് ഉള്ളത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കാണിച്ചത് ക്ലോണ്ടൈക്ക് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ക്ലോണ്ടൈക്ക് എന്ന് പറയുന്ന സിനിമ ഉക്രൈൻ റഷ്യൻ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബം എങ്ങനെയാണ് ഈ വളരെ ക്രൂരമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ വിഷമിക്കുന്നത്. ലോകമെങ്ങും മനുഷ്യർ നടത്തുന്ന അതിജീവന പോരാട്ടങ്ങളുടെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പയ്യന്നൂരിന് പരിചയപ്പെടുത്തുന്നു ഗൗരവപൂർവ്വം ചലച്ചിത്രങ്ങളിൽ കാണുന്ന ഈ ആസ്വാദക കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.